നമസ്കാരം. സ്ഥായിയായ വിരോധം വച്ചു പുലർത്തുന്ന മനുഷ്യനല്ല കലു ഡെന്നീസ്. പറയേണ്ടത് അങ്ങ് പറയും, പിന്നെ ആ കാര്യം മനസ്സിലിട്ട് ചൊറിയില്ല, അവിടെ അവസാനിപ്പിക്കും പറയാനുള്ളത്. ഉദാഹരണത്തിന് സിറ്റി പോലീസ് എന്ന് പറഞ്ഞ് വേണു ബി നായർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടല്ലോ, സുരേഷ് ഗോപിയായിരുന്നു നായകൻ. ആ സെറ്റിൽ സുരേഷ് ഗോപി കാണിച്ച ഒരു മോശത്തരം കൊണ്ട് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ച ആളാണ് കലൂര്. അതിന് സുരേഷ് ഗോപി ചെയ്ത പ്രതികാരം, ഈ പടം ദയനീയമായി പൊട്ടുമെന്ന് എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റാത്തൊരു വാക്കുപയോഗിച്ച് നിർമ്മാതാവ് കേട്ടോണ്ട് നിൽക്കുക പറഞ്ഞു. അവിടെ നിന്നാണ് ഈ താരങ്ങൾ താന്തോന്നിത്തരം കാണിക്കുന്നതിനെതിരെ ടെക്നീഷ്യന്മാർക്കായി ഒരു സംഘടന വേണമെന്ന് കലൂരാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മാറ്റ് ഉണ്ടായ കഥ ഞാൻ മുമ്പൊരിക്കലോ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സുരേഷ് ഗോപിയോട് മാറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് സുരേഷ് ഗോപിയോട് എന്തെങ്കിലും പക കലൂരാനുണ്ടായോ? ഒരിക്കലുമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആ സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ വീട്ടിൽ, അന്ന് കൊല്ലത്താണ് സുരേഷ് ഗോപി താമസിക്കുന്നത്. അപ്പോൾ ജോഷി സാർ സംവിധാനം ചെയ്ത ഭൂപതിയാണെന്ന് തോന്നുന്നു, കൊല്ലത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ മാറ്റയുടെ ഒരു അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വയ്ക്കണം. പക്ഷേ ജോഷി സാറ് കൊല്ലത്ത് ഷൂട്ടിംഗ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊല്ലത്ത് ഈ കമ്മിറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. പടം കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ല. അങ്ങനെ മാറ്റയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊല്ലത്ത് മീറ്റിംഗ് കൂടാൻ തീരുമാനിക്കുന്നു. അതിൽ കലൂരിനടക്കം എല്ലാവരും വരുമല്ലോ. ഇതറിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, എന്തിനാണ് ഈ ഹോട്ടലിലൊക്കെ നിങ്ങൾ വാടക മുറിയൊക്കെ എടുക്കുന്നത്, എൻ്റെ വീട്ടിൽ കൂടാം. സുരേഷ് ഗോപിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മാറ്റ് ഉണ്ടാക്കിയത് സുരേഷ് ഗോപിക്കെതിരെ. ആ സുരേഷ് ഗോപി പറയാണ്, ഹോട്ടലിലൊക്കെ റൂം എടുത്ത് എന്തിന് കളയണം ജോഷേട്ടാ, എൻ്റെ വീട്ടിൽ കൂടാം. ഇത് കലു ഡെന്നീസിനെ അറിയിച്ചപ്പോൾ പുള്ളിക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെന്ത്, സുരേഷിൻ്റെ വീട്ടിൽ കൂടാം എന്നായി കലു ഡെന്നീസ്. അത്രയേ ഉള്ളൂ കലു ഡെന്നീസിൻ്റെ മനസ്സിലെ ദേഷ്യവും വാശിയും ഒക്കെ. ചിത്രകാർത്തിക സിനിമാ നിർമ്മാതാവായി വിതരണക്കാരനായി വിജയമായപ്പോൾ MD ജോർജ്, ഏഞ്ചൽ ഫിലിംസിൻ്റെ MD ജോർജ് അവസാനിപ്പിച്ചു. ആ വാരിക എല്ലാം കൂടെ കൊണ്ടു നടക്കാൻ സമയമില്ല. കഥാകൃത്തായി തിരക്കഥാകൃത്തായി കലു ഡെന്നീസ് മാറിയപ്പോൾ ചിത്ര പൗർണമിയും അവസാനിപ്പിച്ചു. MD ജോർജും കലൂരുമായിട്ടുള്ള അകൽച്ച ദൃഢമായി മാറുകയും ചെയ്തു. അത് പിന്നീട് സിനിമയിലെ പിണക്കങ്ങൾക്ക് ഇത്രയൊക്കെ വിലയുള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പിണങ്ങുമ്പോൾ എന്തും പറയും, നനച്ചിരിക്കാത്ത നേരത്ത് കണ്ടുമുട്ടും, പിണക്കം മാറും, പറഞ്ഞതൊക്കെ മറക്കുകയും ചെയ്യും. അതാണ് പൊതുവേ സിനിമാക്കാരുടെ സ്വഭാവം, പ്രത്യേകിച്ചും കലു ഡെന്നീസിൻ്റെ സ്വഭാവം. അതേ ഒന്നും മനസ്സിൽ വയ്ക്കില്ല. MD ജോർജിൻ്റെയും കലൂരിൻ്റെയും പിണക്കം തീർന്ന കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കുര്യാക്കോസ് എന്നുള്ള എറണാകുളത്തുകാരനായ ഒരാൾ നിർമ്മിച്ച ഈ മനോഹര തീരത്തിൻ്റെ ലൊക്കേഷനിൽ, IV ശശി സംവിധാനം ചെയ്ത ഈ മനോഹര തീരത്തിൻ്റെ ലൊക്കേഷനിൽ കിത്തോ, ഈ മനോഹര തീരത്തിൻ്റെ തിരക്കഥ എഴുതുന്ന പാറപ്പുറം, കുര്യാക്കോസിൻ്റെ മകൻ ജോയ് കുര്യാക്കോസ് എന്നിവരുമായി IV ശശിക്ക് തിരക്കഥ വായിച്ച് കേൾപ്പിക്കാൻ വെറും സുഹൃത്തായി പോയടത്ത് നിന്നാണ് കലൂരാൻ സിനിമാക്കാരനായി മാറുന്നത്. കഥ എഴുതി, തിരക്കഥ എഴുതി, നിർമ്മാതാവായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നല്ലോ പിന്നീട് കലു ഡെന്നീസ്. ആൻ്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത സിൽക്ക് സ്മിത ആദ്യമായി അഭിനയിച്ച ഇണയത്തേടിയുടെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ റോളിലായിരുന്നു കലു ഡെന്നീസ്. രാവിലെ ചെന്ന് ചായയ്ക്കും ഇഡ്ഡലിയൊക്കെ വാങ്ങാനായിട്ട് ഉച്ചയ്ക്ക് ഊണ് വാങ്ങിക്കാനുമുള്ള, ഇവിടെ എത്ര പേരുണ്ടോ, 30 പേർക്കുള്ള ഊണ്, അതിനുള്ള പൈസ ഇത്രയും കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ എറണാകുളത്ത് ഓഫീസിലേക്ക് പോരും. എന്നിട്ട് വൈകുന്നേരം ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ, ഡീസലിൻ്റെ പൈസ, നാളെ രാവിലെ അടിക്കാനുള്ള ഡീസലിൻ്റെ പൈസ, ഇന്നത്തെ ലൈറ്റിൻ്റെ ബാറ്റ എന്ന് പറഞ്ഞാൽ 3-4 പേരേ ഉള്ളൂ. കണ്ണാടിയൊക്കെ വെച്ചൊക്കെയാണ്, വെളിച്ചം ഉണ്ടാക്കിയാണ് ആ പടം ഷൂട്ട് ചെയ്തത്. മദ്രാസിൽ നായികയെ അന്വേഷിച്ച് നടന്ന് വിജയമാല എന്ന ഒരു വായി നോക്കി പെണ്ണിനെ അവളുടെ കണ്ണുകൾ കഥ പറയുന്നു എന്ന് ആൻ്റണി ഈസ്റ്റ്മാന് തോന്നിയപ്പോഴാണ് ഉറപ്പിച്ചത്. അല്ലാതെ ശരീര ഭംഗി കണ്ടാൽ അടുപ്പിക്കാൻ തോന്നില്ല, ഒരു വേട്ടി ജോലിക്കാരിക്ക് പറ്റുള്ളൂ. ഷൂട്ടിങ്ങിന് 2 നാൾ മുമ്പ് പുതുമുഖം വിജയമാലയും അമ്മയും ആലുവ ഗസ്റ്റ് ഹൗസിലെത്തി താമസിക്കാൻ. അഭിനയ പരിശീലനമൊക്കെ 2-3 ദിവസം നൽകിയിട്ടാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. 1978 ഡിസംബറിലാണ് പിന്നീട് സിൽക്ക് സ്മിതയായി മാറിയ വിജയമാല ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്.
കുട്ടുത്തം മാറാത്ത പ്രകൃതവും എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പൊട്ടിപ്പെണ്ണ് ഓരോ ഷോട്ടും കുളമാക്കി കൊണ്ടേയിരുന്നു. ഈ പെണ്ണിന് പുല്ല് അഭിനയിക്കാനൊന്നും അറിയില്ല. എവളെ പറഞ്ഞു വിട്ടിട്ട് വേറെ ഒരാളെ കണ്ടെത്തണം എന്ന് പറഞ്ഞ ആളാണ് കലു ഡെന്നീസ്. പക്ഷേ സംവിധായകൻ ആൻ്റണി ഈസ്റ്റ്മാൻ അത് സമ്മതിച്ചില്ല. അദ്ദേഹം ക്ഷമയോടെ ആ കുട്ടിയെ 3-4 ദിവസം പഠിപ്പിച്ചപ്പോൾ അവൾ ഗ്രാജുവലായിട്ട് വളർന്നു. വിജയമാലയുടെ കണ്ണിൽ ഉടക്കി കിടക്കുകയാണോ സംവിധായകൻ എന്ന് കലു ഡെന്നീസ് പച്ചയ്ക്ക് ചോദിച്ചു. നീ എന്ത് ആ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൻ്റണി ഈസ്റ്റ്മാൻ പറഞ്ഞു, മാറ്റണ്ട, അവൾ ഈ ക്യാരക്ടറിന് കറക്റ്റാണ്. സിനിമയിൽ ഇതുപോലെ ഒരു വായി നോക്കി പെണ്ണ് വന്നാൽ അവളുടെ കാര്യം പോക്കാണ്. ഇണയെ തേടിയുടെ സെറ്റിൽ ആദ്യമായി വന്നത് വിജയമാലയുടെ നല്ല സമയത്താണ് എന്ന് പറയാം. വേറെ വല്ലയിടത്താണെങ്കിൽ ഒരു 50 പേര് പിച്ച് കീറും. കലു ഡെന്നീസും ആൻ്റണി ഈസ്റ്റ്മാനും 100% മാന്യമായിട്ടാണ് വിജയമാലയോട് ഇടപെട്ടത്. അതിനാൽ തന്നെ സിൽക്ക് സ്മിത മരിക്കും വരയ്ക്കും ഈ 2 പേരോടും മാന്യമായി തന്നെ പെരുമാറി. 2 ഷിഫ്റ്റിലായിട്ട് 2 സിനിമകളിൽ മാസം 30 ദിവസവും അഭിനയിക്കുന്നത്ര തിരക്കുണ്ടായിട്ട് കലു ഡെന്നീസും ഈസ്റ്റ്മാനും വിളിച്ച സിനിമകൾക്കൊക്കെ അതിൽ നിന്നൊക്കെ ഡേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായ എന്താ പറയുക, ഇന്നലെകൾ മറക്കാത്ത നടിയായിരുന്നു സിൽക്ക് സ്മിത. ഇതുവരെ പറഞ്ഞതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോയോ എന്നൊരു സംശയമുണ്ട്. കഥയിലേക്ക് തന്നെ മടങ്ങാം. ജോയി കുര്യാക്കോസിൻ്റെ മകൻ ജോയി ചിത്ര പൗർണമി ഓഫീസിലെത്തിയ കാര്യമാണല്ലോ പറഞ്ഞു നിർത്തിയത്. ഈ മനോഹര തീരം മോശമല്ലാത്ത വിജയം നേടിപ്പോയ സിനിമയായിരുന്നു. പിന്നെ എന്തിനായിരിക്കും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ജോയി കുര്യാക്കോസിൻ്റെ വരവെന്ന് കലൂരാൻ ചിന്തിച്ചു. ഇതെന്താ ജോയി തനിച്ച്, അപ്പച്ചൻ വന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അച്ചായൻ അറിയാതെയാണ് ഞാൻ വന്നത്. എന്താ, വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എനിക്ക് അപ്പച്ചനില്ലാതെ അച്ചായനില്ലാതെ ഒരു പടം എടുക്കണം. ജോയിയുടെ ആഗ്രഹം കേട്ട് കലൂരാന് കൗതുകമായി. ഒറ്റയ്ക്കൊരു പടം ചെയ്യാൻ ഇവൻ്റെ കയ്യിൽ എവിടുന്നാ പണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ സംശയം കലൂരാൻ ചോദിക്കുന്നതിന് മുമ്പ് ജോയി തന്നെ പറഞ്ഞു, തൊടുപുഴയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അബ്കാരിയാണ്, ചാക്കോ. അവൻ പ്രൊഡ്യൂസറാവും, ഞാൻ വർക്കിംഗ് പാർട്ട്ണറായാൽ മതി. നല്ല സാമ്പത്തികമുള്ള പാർട്ട്ണർ ആയതിനാൽ ചാക്കോ പറയുന്നത് നമുക്ക് ഒരു വലിയ സിനിമ ചെയ്യണം എന്നാണ്. അതിന് പറ്റിയ വല്ല കഥയും അച്ചായൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഈ ഉച്ചനേരത്ത് വന്നതെന്നായി ജോയ്. ഉണ്ട്, വലിയ സിനിമ ചെയ്യാൻ പറ്റിയതും ചെറിയ സിനിമ ചെയ്യാൻ പറ്റിയ കഥകൾ എൻ്റെ കയ്യിലുണ്ട്. വലിയൊരു കഥയുണ്ട്, പറയട്ടെ. ജഡ്ജിയായ അച്ഛൻ, മകൻ വക്കീൽ. അച്ഛൻ്റെ കോടതിയിൽ പ്രമാദമായൊരു കേസ് വരും, കൊലക്കേസാണ്. പ്രതിയായി വരുന്നത് ജഡ്ജിയുടെ പഴയ കാമുകിയുടെ മകനാണ്. ജഡ്ജിക്ക് മാത്രം ഇക്കാര്യം അറിയില്ല. ഒരു നാൾ കാമുകി കോടതിയിൽ വരുമ്പോഴാണ് കൊലപാതക കേസിലെ പ്രതി തൻ്റെ മകനാണെന്ന് ജഡ്ജ് അറിയുന്നത്. തുടർന്നുണ്ടാകുന്ന നാടകീയ മുഹൂർത്തങ്ങളാണ് കഥയുടെ പരിസമാപ്തി. ജോയി കുര്യാക്കോസിന് കഥ നല്ല ഇഷ്ടമായി. ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിന് വേണ്ട കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ജഡ്ജിയാകുന്നത് മധുസാറാകണം, ഭാര്യയായി ഷീല, മകൻ വക്കീലായി MG സോമൻ, പഴയ കാമുകിയായി ശാരദ, പ്രതിയായ മകനായി സുകുമാരൻ. ഇതാണ് കലു ഡെന്നീസിൻ്റെ മനസ്സിലുള്ള സ്റ്റാർ കാസ്റ്റ്. ഇതിൽ ആരെ സംവിധായകനാക്കുമെന്നായി ജോയി കുര്യാക്കോസ്. ഇത്രയും താരങ്ങളെ മേയ്ക്കാൻ പറ്റിയ ഒരാൾ വേണ്ടേ സംവിധായകനാകാൻ എന്ന് ചോദിച്ചു. ജോയി തന്നെ അക്കാലത്ത് പല സംവിധായകരുടെയും പേരുകൾ പറഞ്ഞു. ഓരോരോ കാരണം പറഞ്ഞ് കലൂരാൻ അതൊക്കെ തള്ളി. പിന്നെ ആര് എന്നായി ജോയി. കലൂരാൻ്റെ സുഹൃത്തും എന്നും നല്ല സിനിമകളുടെ പക്ഷത്ത് നിൽക്കുന്നതുമായ JC സാറാണ് കലൂരാൻ്റെ മനസ്സിലുള്ളത്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. ശാപമോഷം, അവൾ വിശ്വസ്തയായിരുന്നു, സിന്ദൂരം, രക്തമില്ലാത്ത മനുഷ്യൻ, തുറമുഖം മുതലായ സിനിമകളിലൂടെ
പ്രശസ്തനായി നിൽക്കുന്ന ആളാണ് അക്കാലത്ത് ജെ.സി. സാർ. ജോയി കുര്യാക്കോസ് ഒരിക്കലും ചിന്തിക്കാതെ പോയ എറണാകുളത്തുകാരൻ തന്നെയാണ് സംവിധായകൻ കലൂരാൻ പറയുന്നത്. ജോയി പറഞ്ഞു, എനിക്ക് സമ്മതം, ജെ.സി. സാർ മതി എന്നായി. അപ്പം തന്നെ ജോയിയെയും കൂട്ടി കലൂരാൻ ജെ.സി. സാറിൻ്റെ വീട്ടിലെത്തി. അന്ന് ശ്രീലകമില്ല, അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കൊച്ചു വീടാണ്. അങ്ങോട്ട് വരികയാണ് എന്നുള്ള സൂചന പോലും നൽകാതെ ഒരു അപരിചിതനെയും കൊണ്ട് കലൂരാൻ കയറി ചെല്ലുമ്പോൾ സാധാരണ ജെ.സി. സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തന്നെയാണ്. തൻ്റെ അനുജൻ ആൻ്റണിയുമായി ക്യാരംസ് കളിക്കുകയാണ് ജെ.സി. സാർ. ഇത് ജയൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ജയൻ കൃഷ്ണൻ നായർ മാത്രമായിരുന്ന കാലത്ത് വേറെ തിരക്കൊന്നുമില്ല എങ്കിൽ നേരെ ജെ.സി. സാറിൻ്റെ വീട്ടിൽ ചെല്ലും, രണ്ടുപേരും കൂടെ മണിക്കൂറുകളോളം ക്യാരംസ് കളിക്കുമായിരുന്നു. ഇരുവരെയും കണ്ടപ്പോൾ ക്യാരംസ് കളി ജെ.സി. സാർ നിർത്തി. മൂവരും കൂടി വെറുതെ കുശലങ്ങൾ പറഞ്ഞു. ഒടുവിൽ കലൂരാൻ വന്ന കാര്യം പറഞ്ഞു. പെട്ടെന്ന് സസ്പെൻസ് പൊളിച്ച് ആഗമന ഉദ്ദേശം കലൂരാൻ പറഞ്ഞപ്പോൾ സാറിനും അതിശയമായി. കാരണം നമുക്കൊരു വലിയ സിനിമ ചെയ്യണമെന്നാണ് അദ്ദേഹം സസ്പെൻസ് പൊട്ടിച്ച് പറഞ്ഞത്. മധുവും സോമനും സുകുമാരനും ഷീലയും ശാരദയും അംബികയും ഒക്കെയുള്ള ഒരു വലിയ ചിത്രം, മലയാള സിനിമയിലെ ഒന്നാം നിരക്കാർ ഒക്കെയുള്ള ഒരു വലിയ സിനിമ. വിഷയം കേട്ട ജെ.സി. സാറിൻ്റെ മുഖത്ത് അവിശ്വസനീയത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെയും ചെറിയ സബ്ജക്റ്റുകളിൽ ചെറിയ കുടുംബകഥകൾ പറയുന്ന സിനിമകൾ എടുത്തു പോകുന്ന സംവിധായകനാണ് ജെ.സി. സാർ. ഇത്തരം താരബാഹുല്യമുള്ള ഒരു സിനിമ ജെ.സി. സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നതേയില്ല. ഇങ്ങനെ ഒരു മൾട്ടിസ്റ്റാർ ചിത്രം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഡെന്നീസേ എന്ന് പറഞ്ഞു. പക്ഷേ അതിനു പറ്റിയൊരു കഥ വേണ്ടേ? പറഞ്ഞു തിരുമുമ്പ് ജോയി കുര്യാക്കോസ് പറഞ്ഞു, അത് ഇടയിൽ കയറി പറഞ്ഞു എന്നാണ് പറയണ്ടേ, അത്തരമൊരു കഥ ഡെന്നീസിൻ്റെ കയ്യിലുണ്ട്, ജെ.സി. സാറെന്ന് കേട്ടു നോക്ക് എന്നായി ജോയ്. കലൂരാൻ കഥ പറഞ്ഞു. കഥ ഇഷ്ടമായി. കാമുകിയായി ശാരദയ്ക്ക് പകരം ശ്രീവിദ്യ അല്ലേ നല്ലത് എന്ന് ജെ.സി. സാർ ചോദിച്ചു. തിരിച്ചും ചിന്തിക്കാം, ഭാര്യയായി ശ്രീവിദ്യയും കാമുകിയായി ഷീലയും നന്നായിരിക്കും എന്ന് ജെ.സി. സാർ പറഞ്ഞു. ശാരദയുടെ വലിയ ആരാധകനാണ് കലൂരാൻ. ആ കഥാപാത്രത്തിന് കൂടുതൽ ദൃശ്യഭംഗി ഉണ്ടാകുന്നത് ശാരദയ്ക്കായിരിക്കും എന്ന് കലൂരാൻ അടിച്ചു പറഞ്ഞു. ശാരദാമ്മയെ പറ്റി സംസാരിക്കണം നമ്മൾ കലൂരാനോട്. എത്ര ബഹുമാനത്തോടെ എന്നറിയാം എത്ര അദ്ദേഹം പറയുന്നത് അവരെ പറ്റി. അദ്ദേഹം എന്താ പറയുക, കാലൊക്കെ മുറിച്ച് വീട്ടിൽ വിശ്രമമായപ്പോൾ ഒരാൾക്കും അദ്ദേഹം സഹായിച്ചവർ പോലും, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോഴും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ശാരദ ഫോണിൽ വിളിച്ച് എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി, ഞാൻ ഇനി എറണാകുളത്ത് വരുമ്പോൾ, ഒരിക്കൽ വന്നു വീട്ടിൽ, ഞാൻ ഇനി എറണാകുളത്ത് വരുമ്പോൾ വീണ്ടും താങ്കളുടെ വീട്ടിൽ വരാമെന്നൊക്കെ പറയുമ്പോൾ കലൂരാൻ വലിയ സന്തോഷമാണ്. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചവരാരും ചെന്നില്ല. അദ്ദേഹം തിരക്കഥ എഴുതി 100-150 ദിവസം ഓടിയ പടങ്ങൾ നിർമ്മിച്ച നിർമ്മാതാക്കളുണ്ട് കേരളത്തിൽ. ഒരാളും ജെ.സി. സാറിനെ കലൂരാൻ അന്വേഷിച്ച് ചെന്നിട്ടില്ല. ഒരു പടവും ഒരു അവസരവും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്നവന്മാരെ സംവിധായകനാക്കിയിട്ടുണ്ട്. ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10-15 വർഷമായിട്ട്, കുറേ കാലമായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോയ കലൂരാൻ അവിടെ ഇരുന്ന് ഇതൊക്കെ റീതിങ്ക് ചെയ്യാറുണ്ട്. സിനിമ ഇത്ര അധപ്പതിച്ച് പോയല്ലോ എന്ന്. അദ്ദേഹം ഉണ്ടാക്കിയ മാക്റ്റ ഇപ്പം ഭരിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ പോലും ഒരു ഫംഗ്ഷന് അദ്ദേഹത്തെ ആദരിക്കുകയോ അദ്ദേഹത്തിന് ആ ഫംഗ്ഷനിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയോ ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ടീം സത്യപ്രതിജ്ഞ ചെയ്തോടെ തന്നെ കലൂരാനെ വീട്ടിൽ പോയി കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ കലൂരാൻ പറഞ്ഞു, ആശാനെ, ജെ.സി. സാറിനെ ആശാനെ എന്നാണ് വിളിക്കുന്നത്, ആശാനെ, ഈ കാമുകിയുടെ വേഷേ 2 ഏജിൽ വരുന്നതാണ്, 2 പ്രായത്തിൽ വരുന്നതാണ്. ഗ്രാമീണ ഭംഗിയും ശാലീനതയുമുള്ള ഒരു നാടൻ പെൺകുട്ടിയുടെ കഥാപാത്രത്തിന് ഷീലയേക്കാൾ നന്നാവുന്നത് ശാരദയായിരിക്കും. കലൂരാൻ വിശദീകരിച്ച് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് ജെ.സി. സാർ പറഞ്ഞു, ഡെന്നിസ് പറഞ്ഞത് ശരിയാണ്, ഒരു നാടൻ പെൺകുട്ടിയുടെ ഫീച്ചേഴ്സ് ഷീലയേക്കാൾ കൂടുതലുള്ളത് ശാരദയ്ക്കാണ്. അകലങ്ങളിൽ അഭയം എന്നാണ്
ചിത്രത്തിന് പേരിട്ടത്. എറണാകുളം ബോൾഗാട്ടിയിലായിരുന്നു പ്രധാന ലൊക്കേഷനായി ചിത്രീകരിച്ചത്. അക്കാലത്തെ പ്രശസ്ത നിർമ്മാണ വിതരണ കമ്പനിയായ വിജയ മൂവീസ് ചിത്രം വിതരണത്തിനെടുത്തു. വിജയ മൂവീസിൻ്റെ പാർട്ണറായ ബാബു സേവ്യർ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ലൊക്കേഷനിലേക്ക് വരും. അപ്പോൾ ബാബു സേവ്യർ നല്ല സുമുഖനാണ്. അയാൾ വില കൂടിയ കാറിൽ വന്നിറങ്ങി നമ്മുടെ അതിലെ ചിത്രത്തിലെ ഒരു നായികയായ ഷീലയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അവിടെ നിന്നാണ് സൗഹൃദത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. പിന്നീട് അവർ വിവാഹിതരായി ഊട്ടിയിലോ ഇവിടെ പോയി കുറേ കാലം സിനിമയൊക്കെ വിട്ട് ഷീലാമ്മ ഊട്ടിയിൽ താമസമായല്ലോ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തോ അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ടുപേരും പിരിയുകയും ചെയ്തു. അകലങ്ങളിൽ അഭയം ഡബിൾ പോസിറ്റീവ് ആയപ്പോൾ വിജയ മൂവീസുകാർ പടം കാണാനായി മദ്രാസിലെത്തി. പടം കണ്ടു, പടം ഇഷ്ടമായി. പക്ഷേ ഷീലയ്ക്ക് പ്രാധാന്യം കുറഞ്ഞുപോയി എന്ന പരാതി ബാബു സേവ്യർ പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം പറയാം. അകലങ്ങളിൽ അഭയം തിരക്കഥ എഴുതിയത് ജോൺ പോളാണ്. കല്ലു ഡെന്നീസിൻ്റെ കഥ മാത്രമേ ഉള്ളൂ. തിരക്കഥ എഴുതി വന്നപ്പോൾ ശാരദയുടെ സീനുകൾ കുറഞ്ഞുപോയി. ശാരദയും ഷീലയും അക്കാലത്ത് കത്തി നിൽക്കുന്ന സമയമാണ്. രണ്ടുപേർക്കും തുല്യ വേഷമാണെന്ന് പറഞ്ഞാണ് ശാരദയെ സമ്മതിപ്പിച്ചത് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ. പൂർത്തിയാക്കിയ തിരക്കഥ കല്ലൂരാനും ജോൺ പോളും കൂടി പൊളിച്ചു. സീനുകൾ ശാരദയ്ക്കായി വീണ്ടും ഉണ്ടാക്കി. ഇപ്പോഴിതാ ബാബു സേവ്യർ പറയുന്നു, ഷീലയുടെ സീനുകൾ കുറഞ്ഞുപോയി, അവർക്ക് ഒരു പാട്ടും 4-5 സീനുകളും കൂടി പുതിയതായി എഴുതി ചിത്രീകരിക്കണം എന്നായി വിജയ മൂവീസ്. പടം ഡബിൾ പോസിറ്റീവായേ. ഈ സിനിമയിൽ ഇനി കൂട്ടിച്ചേർക്കലുകൾ ഒന്നും നടക്കില്ല എന്നായി കല്ലു ഡെന്നീസ്. റിലീസിംഗ് ഡേറ്റും നിശ്ചയിച്ച് പോസ്റ്ററുകൾ കേരളമാകെ ഒട്ടിക്കുകയും ചെയ്ത ശേഷം അഡീഷണൽ ഷൂട്ടിംഗ് നടക്കില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞു കല്ലൂരാൻ. നിർമ്മാതാക്കൾ പുതിയ ആളുകളല്ലേ. ഞങ്ങൾ പറഞ്ഞതുപോലെ സീനുകളും ഒരു പാട്ടും ചേർത്തില്ല എങ്കിൽ പടം വിജയ മൂവീസിന് വേണ്ട, വാങ്ങിയ അഡ്വാൻസിങ് മടക്കി തന്നാൽ മതി എന്നായി ബാബു സേവ്യർ. വാങ്ങിയ കാശെല്ലാം സിനിമയ്ക്ക് വേണ്ടി മുടക്കി കഴിഞ്ഞ ജോയിയും കാശ് മുടക്കുന്ന മെയിൻ പാർട്ണറായ ചാക്കോയും ഒന്ന് വരണ്ടു, ഞങ്ങളെ പൈസ ഇങ്ങനെ തന്നാൽ മതി, പടം നിങ്ങളെടുത്തോ, ഈ ചവ ഞങ്ങൾക്ക് വേണ്ട എന്നായി. ഇവിടെ കല്ലൂരാൻ്റെ ചിന്തയിൽ ചിത്രകൗമുദി പത്രാധിപർ ഏഞ്ചൽ ഫിലിംസ് ഉടമ MD ജോർജിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ആ സമയം ഏഞ്ചൽ ഫിലിംസ് വലിയ നിർമ്മാണ വിതരണ ബാനറായി മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓപ്പോൾ, ആരോരും അറിയാതെ പോലുള്ള വലിയ ഹിറ്റ് പടങ്ങളല്ലേ പിന്നെ അവർ ചെയ്തത്. പിണക്കമൊക്കെ മറന്ന് കല്ലൂരാൻ MD ജോർജിനെ പോയി കണ്ടു. കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു. പടം നന്നായിട്ട് വന്നിട്ടുണ്ട് അച്ഛാ, ജോർജ് ഏട്ടൻ ധൈര്യമായിട്ട് വിതരണത്തിന് എടുത്തോളൂ, ഇത് വമ്പൻ ഹിറ്റായിരിക്കുമെന്ന് കല്ലൂരാൻ ഉറപ്പ് കൊടുത്തു. കല്ലൂരാനുമായുള്ള പിണക്കം തീരാനോ വൻ താരനിര ചിത്രത്തിനുണ്ട് എന്നതിനാലോ പടം കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നായി MD ജോർജ്. പിറ്റേന്ന് MD ജോർജ് മദ്രാസിലെത്തി. അയലങ്ങളിൽ അഭയം MD ജോർജിനെ ഡബിൾ പോസിറ്റീവ് കാണിച്ചു. ജോർജ് സിനിമ കാണാൻ വന്നത് കുറേ സിനിമാ തമ്പുരാക്കന്മാരായ മദ്രാസ് വാസികളെയും കൊണ്ടായിരുന്നു. അവർക്കും പടം നന്നായി ഇഷ്ടപ്പെട്ടു. ഈ പടം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കേരളത്തിലേക്ക് വിട്ടു. പിറ്റേന്ന് MD ജോർജ് കൊടുത്ത കാശുമായി കല്ലു ഡെന്നീസും ആ 2 പ്രൊഡ്യൂസേഴ്സും കൂടി, ചാക്കോയും ജോയിയും കൂടി വിജയ മൂവീസിൻ്റെ ഓഫീസിലെത്തി. അപ്പോൾ ഇവർ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളെ കാപ്പാത്തുങ്കോ എന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത്. അല്ലാതെ പടം വേറൊരാൾ എടുത്തു എന്നുള്ളത് പുറത്ത് കാണിച്ചേ ഇല്ല. വന്നിരിക്കുന്നവരുടെ നിസ്സംഗ ഭാവം കണ്ടപ്പോൾ തോറ്റിട്ട് നമ്മൾ പറഞ്ഞതെല്ലാം ചിത്രീകരിക്കാം, പടം വിടരുത്, പറഞ്ഞ ഡേറ്റിന് തന്നെ റിലീസ് ചെയ്യണമെന്ന് പറയാനാണ് വന്നതെന്ന് വിജയ മൂവീസുകാർ വിചാരിച്ചു. അവർ പഴയ പല്ലവി തന്നെ വീണ്ടും പറഞ്ഞു. ഒരു പാട്ട്, ഷീലാമ്മയെ കൊണ്ടൊരു പാട്ടും ഷീലാമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ടും ഒരു 4-5 സീനും, ഷീലാമ്മയ്ക്ക് പ്രോമിനൻസ് വരുന്ന 4-5 സീനും കൂടി റീഷൂട്ട് ചെയ്ത് കയറ്റിയാൽ അകലങ്ങളിൽ അഭയം ഞങ്ങൾ റിലീസ് ചെയ്യാം. സമ്മതമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഡേറ്റിൽ വിതരണം ചെയ്യാം, അല്ല എങ്കിൽ വാങ്ങിയ കാശ് തന്ന് നമുക്ക് പിരിയാം എന്ന് തന്നെ അവർ വീണ്ടും പറഞ്ഞു. അതുവരെ പമ്മിയിരുന്ന ജോയി കുര്യാക്കോസ്
നാടകീയമായി പതുക്കെ ബാഗ് തുറന്ന് അവരിൽ നിന്ന് വാങ്ങിയ മുഴുവൻ തുകയും മേശപ്പുറത്ത് അടുക്കി വച്ചു. അന്ന് 100 രൂപ വരെയുള്ള നോട്ട് വരലേ ഉള്ളൂ. ഒരിക്കലും വിജയ മൂവീസുകാർ കരുതാത്ത പ്രവൃത്തിയായിപ്പോയി ജോയി കുര്യാക്കോസ് കാണിച്ചത്. ഇതാ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ പണം മുഴുവൻ തുകയുണ്ട്, ഞങ്ങൾ വെച്ച എഗ്രിമെൻ്റ് ഇങ്ങ് മടക്കിത്താ, വേറെ ഒന്നും ചർച്ച ചെയ്യണ്ട, ഇങ്ങ് മടക്കിത്താ. ജോയി കുര്യാക്കോസിൻ്റെ ദൃഢതയുള്ള വാക്കുകൾ കേട്ട് വിജയ മൂവീസുകാർ ഒന്ന് ഞെട്ടിയിരിക്കാം. കാരണം വിജയ മൂവീസ് എന്ന് പറഞ്ഞൊരു വലിയ ബാനറല്ലേ. അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തിയേറ്ററുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് മാറുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ക്ഷീണമല്ലേ. ഇങ്ങനൊരു നീക്കം ഇവരിൽ നിന്ന് വിജയ മൂവീസ് ചിന്തിച്ചതേ അല്ല. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മനസ്സില്ലാ മനസ്സോടെ പണം വാങ്ങിയിട്ട് എഗ്രിമെൻ്റ് തിരിച്ചു കൊടുത്തു. 1980 മെയ് 16 റിലീസാകും ഈ സിനിമ എന്ന് തിയേറ്ററുകാർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് അതേ ഡേറ്റിൽ മറ്റൊരു കമ്പനി പടം റിലീസ് ചെയ്യുന്നത് വിജയ മൂവീസ് പോലുള്ള എസ്റ്റാബ്ലിഷായ ഒരു സ്ഥാപനത്തിന് കുറവാണ്. പക്ഷെ പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതല്ല. 45 വർഷം മുമ്പ് നടന്ന കഥയാണ് ഞാൻ പറയുന്നത്. വിജയ മൂവീസ് പ്രിൻ്റ് ചെയ്ത് വച്ചിരുന്ന, ഗോഡൗണിലിട്ട് അടുക്കി വച്ചിരുന്ന പോസ്റ്ററുകൾ അടക്കം ഏഞ്ചൽ ഫിലിംസിലേക്ക് മാറ്റി. അങ്ങനെ നിശ്ചയിച്ചിരുന്ന ഡേറ്റിൽ 1980 മെയ് 16 അകലങ്ങളിൽ അഭയം തിയേറ്ററിലെത്തി. വലിയ വിജയമായി ഈ ചിത്രം. MD ജോർജിനെ തോൽപ്പിക്കാൻ ചിത്രകൗമുദിക്ക് ബദലായി ചിത്രപൗർണമി തുടങ്ങി വിജയിപ്പിച്ച കലു ഡെന്നീസ്. അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വിജയ മൂവീസ് വിതരണം ഏറ്റെടുത്ത അകലങ്ങളിൽ അഭയം വിതരണം ചെയ്ത് MD ജോർജ് തിരിച്ച് വിജയിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ സിനിമയിൽ ബന്ധങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളുടെയൊക്കെ ആയുസ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. അകലങ്ങളിൽ അഭയം ഇപ്പോഴും കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഭൂരിപക്ഷ സീനുകളും കോടതിയിലാണ്. നല്ല രസമായിട്ട് ചെയ്ത സിനിമയാണ്. കഴിയുമെങ്കിൽ യൂട്യൂബിലുണ്ട്, കാണണം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.